ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട സ്കൂൾ വർക്ക്ഷീറ്റാണ്. 4 കൂട്ടം എന്ന വർക്ക്ഷീറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ് us enjoy this song. Children, look at the what we see. Clouds are floating in the air. White, fluffy, big and round, floating in the air. Floating in the air. Hey, look what you see. Ice cream man is on the way. Sweet, cool, yummy and soft. Let's enjoy ice cream. Let's enjoy ice cream. You sing this song and send the audio to the teacher. കൂട്ടുകാർ എന്ത് ചെയ്യുക? അത് ഈണത്തിൽ ചൊല്ലി അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. കൂട്ടുകാർ ചെയ്യുമല്ലോ. ഓക്കെ, then let's play a game. Read the clues and find the objects. First, I am red, round, sweet, juicy. What is inside the clues? Can you find it? എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ red ആണല്ലേ. Then round, shape എന്താണ്? Round. Then taste, sweet. Then juicy. What is inside the clues? Can you find it? Yes, it's an apple. Okay, then second one is sweet. Sweet ആണ്. കളർ എന്താണ്? Yellow. Then shape round, tasty and sweet ആണല്ലേ. What is it? Yes, it is a ലഡു. ഇതെന്താണ്? ഇതൊരു ലഡു ആണ്. Okay, then next നോക്കാം. It is used for writing. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എഴുതുന്നതിന് വേണ്ടി. Then അതിൻ്റെ ഷേപ്പ് എന്താണ്? Long, then thin, sharp, hard. What is it? Yes, it is a pencil. Then colorful, sweet smelling, attractive, beautiful. What is it? Yes, it is a rose. Dear children, these clues are describing words. ഇവിടെ നമ്മൾ ഓരോന്നിനും ഓരോ ക്ലൂസ് പറഞ്ഞില്ലേ? എന്താണ് നമ്മൾ ആപ്പിളിനെ കുറിച്ച് പറഞ്ഞത്? എന്ത് പറഞ്ഞു? റെഡ്, റൗണ്ട്, സ്വീറ്റ്, ജ്യൂസി. യെസ്, വി യൂസ് ദിസ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് ആൻ ആപ്പിൾ. ഇവിടെ എന്താണ് നമ്മൾ ഒരു ആപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേർഡ്സ് ഒക്കെ പറഞ്ഞത്, ഈ ക്ലൂസ് ഒക്കെ പറഞ്ഞത് അല്ലേ? ഓക്കെ, ഈ വേർഡ്സിനെ പറയുന്നതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഓക്കെ, ദിസ് വേർഡ്സ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദാറ്റ് ഒബ്ജക്ട്സ്. ഇപ്പോൾ പറഞ്ഞ ക്ലൂസ് ഒക്കെ ഇല്ലേ? അതാ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യാണ്, വിവരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഹിയർ ഈസ് ഇറ്റ് വർക്ക്ഷീറ്റ്. യു ജസ്റ്റ് മാച്ച് ഇറ്റ്. നമുക്കിവിടെ വർക്ക്ഷീറ്റ് നൽകിയിട്ടുണ്ട്, നിങ്ങളോടൊന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ്. നെയിം, ബോൾ. ദെൻ ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതായിരിക്കും? യെസ്, റൗണ്ട്. ദെൻ അംബ്രല്ല ഏതായിരിക്കും? യെസ്, കളർഫുൾ. ദെൻ സൺ, യെസ്, ബ്രൈറ്റ്. ദെൻ ടീ, ഹോട്ട്. ദെൻ ഗ്രേപ്സ്, യെസ്, സോർ. ദെൻ ആൻഡ്, യെസ്, സ്മോൾ. സ്മോൾ അല്ലേ ആൻഡ്? ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മോൾ എന്ന വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, okay, then in our textbook there are some describing words. You just go through it. ഓക്കെ, നോക്കൂ. മേഴ്സൺ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ് നമ്മുടെ സ്റ്റോറിയിൽ? യെസ്, ക്രൂവൽ. ദെൻ ഐവാൻ, യെസ്, ബ്രേവ് ആൻഡ് ബ്രൈറ്റ്. 2 വേർഡ്സ് ഉണ്ടല്ലേ. ദെൻ സോങ്, യെസ്, സ്വീറ്റ്. ദെൻ വർക്ക് ഏതാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വേർഡ്? എന്താണ്? യെസ്, ഹെവി. ദെൻ ട്രീ, യെസ്, ലാർജ് ആണല്ലേ. ദെൻ നെസ്റ്റിനെ ബിഗ് എന്നാണ് നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ബേർഡ്സ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ്? യെസ്, സ്മോൾ. സ്മോൾ ബേർഡ്സ് എന്നല്ലേ. ദെൻ വോയിസ്, ബ്രോക്കൺ. ദെൻ ഷിപ്പ്, യെസ്, ലാർജ്. ദെൻ വേവ്സ്, യെസ്, ഹ്യൂജ്. Okay, then add the describing words suitable to each word given in the above table. Write a sentences using each describing word. The cruel merchant put Ivan in a boat. Like this, you make some sentences and send to your teacher. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ആഡ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ് സ്യൂട്ടബിൾ ടു ഈച്ച് വേർഡ്സ് ഗിവൺ ഇൻ ദ അബൌട്ട് ടേബിൾ. നമ്മൾ ചെയ്തില്ലേ? ഓക്കെ, ദെൻ റൈറ്റ് സെൻറ്റൻസ് യൂസിങ് ഈച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്. ഇപ്പോൾ നമ്മൾ കുറേ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അതിൽ എഴുതിയില്ല. എല്ലാ ഡിസ്ക്രൈബിംഗ് വേർഡും ഉപയോഗിച്ച് നമ്മളോട് ഒരു സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നോക്കൂ. ദ ക്രൂവൽ മെർച്ചന്റ് പുട്ട് ഐവാൻ ഇൻ എ ബോട്ട്. ലൈക്ക് ദിസ് യു മേ സം സെൻറ്റൻസസ് ആൻഡ് സെൻഡ് ടു യുവർ ടീച്ചർ. ഇതുപോലെ നമ്മളോടും കുറച്ച് സെൻറ്റൻസ് എഴുതി അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ? ഫസ്റ്റ് നമുക്ക് ക്രൂവൽ എന്ന വേർഡ് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് എഴുതാം. ഷീ ഈസ് എ ക്രൂവൽ പേഴ്സൺ. ഓക്കെ, അത് നെക്സ്റ്റ് നമുക്ക് എഴുതാം ബ്രേവ്. ഓക്കെ, ഷി വാസ് എ ചൈൽഡ് ബട്ട് ഷി വാസ് ബ്രേവ്. ദെൻ ബ്രൈറ്റ് എന്ന വേർഡ് ഉപയോഗിച്ച് നമുക്ക് എഴുതിയാലോ? ഓക്കെ, ഹർ ഡോട്ടർ ഈസ് വെരി ബ്രൈറ്റ്. ഓക്കെ, ദെൻ സ്വീറ്റ്, ഹി ഹാസ് എ സ്വീറ്റ് വോയിസ്. ഓക്കെ, ദെൻ ഹെവി എന്ന വേർഡ് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസ് എഴുതാം. ദിസ് ബുക്ക് ഈസ് ഹെവി. ദെൻ ലാർജ്, ടോം സോ എ ലാർജ് ബേർഡ്. ദെൻ ബിഗ് എന്ന് ഉപയോഗിച്ച് എഴുതിയാലോ? ബിഗ് എന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ഉപയോഗിച്ച് നമുക്കൊരു സെൻറ്റൻസ് എഴുതാം. മൈ ഹൗസ് ഈസ് ബിഗ്.
Then small, draw a small circle. The next huge, the next is huge. ഓക്കെ കൂട്ടുകാരും ഇതുപോലെ നമ്മൾ ടേബിളിൽ എഴുതിയില്ലേ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടേതായ ഒരു സെൻറ്റൻസ് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. Then dear friends, what is Ivan? എവിടെയാണ് ഐവാൻ? യെസ്, he is in the deep sea. അവൻ എവിടെയാണ്? ഡീപ് സീയിലാണല്ലേ. What will happen to him? അവൻ എന്താണ് സംഭവിച്ചത്? Will anyone save him? അവനെ ആരെങ്കിലും രക്ഷിച്ചിരിക്കുമോ? Read the passage given below. താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. For a long time the boat moved about on the waves and finally hit a large ship. For a long time, കുറേ സമയങ്ങൾക്ക് ശേഷം the boat moved about on the waves. തിരമാലകൾക്കനുസരിച്ച് എന്ത് ചെയ്തു? ബോട്ട് മൂവ് ചെയ്തു. ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. അവസാനം അതെന്താണ്? വലിയൊരു ഷിപ്പിൽ ചെന്ന് അത് തട്ടി നിന്നു. The crew on the ship saw Ivan and felt pity for him. എന്താണ്? the crew on the ship saw Ivan. ഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ, ക്രൂ മീൻസ് ഷിപ്പിലുണ്ടായിരുന്ന ആളുകളെയാണ് പറയുന്നത്. ഓക്കെ, അവൻ ഐവാനെ കണ്ടു. ദെൻ ആൻഡ് ഫീൽ പിറ്റി ഫോർ ഹിം. അവർക്ക് അവനോട് ദയ തോന്നി. ഫെൽറ്റ് മീൻസ് തോന്നി, പിറ്റി ദയ. ഓക്കെ, ദ ടുക്ക് ഹിം ടു ദ ഷിപ്പ്. അവരെന്ത് ചെയ്തു? അവൻ ഷിപ്പിലേക്ക് കൊണ്ടുപോയില്ലേ. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഐവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. എന്താണ് ഈ ഡെക്ക്? നമ്മൾ ഷിപ്പിൻ്റെ ഫ്ലോറില്ല, അതിനാണ് ഡെക്ക് എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഐവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. ഫ്ലോറിൻ്റെ, അതായത് ഷിപ്പിൻ്റെ ഫ്ലോറിൽ നിന്നുകൊണ്ട് ഐവാൻ ആകാശത്തേക്ക് നോക്കി. ലുക്ക്ഡ് മീൻസ് നോക്കി. ലുക്ക് എന്താണ്? നോക്കുക. ലുക്ക്ഡ് മീൻസ് യെസ്, നോക്കി. അറ്റ് ദ സ്കൈ, ആകാശത്തേക്കല്ലേ. ഓക്കെ, ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദ സ്കൈ ഐവാൻ സോ സം ക്രെയിൻസ്. ഹൈ, മുകളിൽ, വളരെ മുകളിൽ, ആകാശത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അവൻ എന്തു കണ്ടു? ഐവാൻ സോ സം ക്രെയിൻസ്. അവൻ കുറച്ച് കൊക്കുകളെ കണ്ടു. സോ മീൻസ് കണ്ടു. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുക. സോ മീൻസ് ഓക്കെ, കണ്ടു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ക്രെയിൻസ് വർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. എന്താണ്? കൊക്കുകളൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് പ്രവചിക്കുകയായിരുന്നു. ഹി സെഡ് ടു ദ സെയിലേഴ്സ്. അവൻ നാവികരോട് പറഞ്ഞു, ബി കെയർഫുൾ, ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. എന്താണ്? ബി കെയർഫുൾ, ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഞാൻ പക്ഷികൾ എന്താണ്? സ്റ്റോം, കൊടുങ്കാറ്റ് പ്രവചിക്കുന്നത് കേട്ടു. ലെറ്റ് us enter a harbor or we will be in danger. നമ്മളൊരു ഹാർബറിലേക്ക് പ്രവേശിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താവും? അപകടത്തിലാവും. യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സാഡ്. ക്യാപ്റ്റന് ദേഷ്യം പിടിച്ചു. ക്യാപ്റ്റൻ എന്താ പറഞ്ഞത്? യു സില്ലി ബോയ്, നീ ഒരു സില്ലി ബോയ് ആണ്. കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കേ. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സാഡ്, ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു. ബട്ട് ഐവാൻ റിക്വസ്റ്റഡ് ഹിം എഗെയിൻ ആൻഡ് എഗെയിൻ. വീണ്ടും വീണ്ടും ഐവാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു. ഓക്കെ, ദ നെക്സ്റ്റ് ദ സ്റ്റോം. അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റീർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. എന്ത് ചെയ്തു? അവസാനം നമ്മുടെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഷിപ്പിനെ അങ്ങനെ ഷോറിലേക്ക് നയിച്ചു. ആൻഡ് ആങ്കേർഡ് ഇറ്റ്, അവിടെ നങ്കൂരമിട്ടു, ഒരു തീരത്ത് നങ്കൂരമിട്ടു. വിത്തിൻ എ ഷോർട്ട് ടൈം, കുറച്ച് സമയങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തുണ്ടായി? വിത്തിൻ എ ഷോർട്ട് ടൈം, ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എ സ്റ്റോം ബ്രോക്ക് ഔട്ട്, ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ. വലിയ തിരമാലകൾ ആകാശത്തെ ഇങ്ങനെ തൊട്ടു. ദ വിൻഡ് റോഡ്. എന്താണ്? കാറ്റിങ്ങനെ ശക്തമായി വീശുകയാണ്. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. എന്താണ്? അവർ കണ്ടു. എന്താ കണ്ടത്? ഹ്യൂജ് വേവ്സ്, വലിയ തിരമാലകൾ, ബ്രേക്കിംഗ് മെനി ഷിപ്പ് സെയിലിംഗ് ഇൻ ദ സീ, കടലിലൂടെ ഒഴുകുകയായിരുന്നു. ഒരുപാട് ഷിപ്പുകൾ ഇങ്ങനെ തകർത്തിടുന്നത് അവർ കണ്ടു. യു സേവ്ഡ് അവർ ലീവ്സ്, നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഐവാൻ, ക്യാപ്റ്റൻ ഐവാനോട് നന്ദി പറഞ്ഞു. ഓക്കെ കൂട്ടുകാരെ, റീഡ് ദ പാസേജ് ആൻഡ് സെൻഡ് ദ ഓഡിയോ ടു യുവർ ടീച്ചർ. കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഈ പാസേജ് വായിച്ച് അതിൻ്റെ ഓഡിയോ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഡിയർ ചിൽഡ്രൻ, ഹിയർ ആർ സം ന്യൂ വേർഡ്സ്: ക്രൂ, ഡെക്ക്, ഹാർബർ, ആങ്കർ, സ്റ്റീർ, സ്റ്റേ, സെയിലേഴ്സ്, ഹിറ്റ്.
വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡിക്ഷണറി ഫൈൻഡ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. കൂട്ടുകാർ എന്ത് ചെയ്യുക, ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് ഡിക്ഷണറിയിൽ നോക്കുക. ഡിക്ഷണറിയിൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. നോക്കി അതിൻ്റെ മീനിങ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇത് കൂട്ടുകാർ ചെയ്യുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്റ്റ് കമൻറ്റ് നോക്കാം. പ്രസാദ് PM മിസ് EVS പഠന വീഡിയോ വർക്ക്ഷീറ്റ് ഇടുമ്പോൾ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യാം. ദെൻ അലോഗ്യ താങ്ക്സ് മിക്സ്. ദെൻ SM PM പ്രസാദ് ടീച്ചർ കുറേ വർക്ക്ഷീറ്റ് ഇടാനുണ്ടല്ലോ, ഞാനതൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, നമുക്ക് അപ്ലോഡ് ചെയ്യാം. ദെൻ സീമ സജു താങ്ക്സ്. ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ. നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ബൈ.